തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ അപ്രതീക്ഷിത അട്ടിമറികൾ. അവസാന നിമിഷം വരെ സ്ഥാനമുറപ്പിച്ചിരുന്ന പല പ്രമുഖരും പടിവാതിക്കലെത്തിയപ്പോൾ കലമുടച്ചു. ഗ്രൂപ്പ് സമവാക്യങ്ങളും സർവേ ഫലങ്ങളും സാമുദായിക പരിഗണനകളും കോൺഗ്രസ് പട്ടികയെ അടിമുടി മാറ്റിമറിച്ചിരിക്കുന്നു. സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ ഏറ്റവും അധികം ചർച്ചയാകുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരാണ്. ജോസഫ് വാഴയ്ക്കൽ പോസ്റ്ററുകൾ വരെ അടിച്ചു കഴിഞ്ഞിരുന്നെങ്കിലും അവസാന നിമിഷം അദ്ദേഹത്തെ ഒഴിവാക്കി നാട്ടകം സുരേഷിന് അവസരം നൽകി. ഇതോടെ പാവം ജോസഫ് വാഴയ്ക്കലിന്റെ പോസ്റ്ററുകൾ പാഴായിപ്പോയി. എന്നാലും സ്ഥാനാർത്ഥി പട്ടിക നിർണയത്തിന് മുന്നോടിയായി ഈ പോസ്റ്ററുകൾ അടിക്കാൻ ജോസഫിന് കുബുദ്ധി ഉപദേശിച്ചത് ആരാണെന്ന് ഇപ്പോഴും അവ്യക്തം. സാമുദായിക സന്തുലനം കൂടി കണക്കിലെടുത്താണ് ഈ അപ്രതീക്ഷിത തീരുമാനം. ഇടുക്കിയിൽ റോയ് കെ പൗലോസും ചെങ്ങന്നൂരിൽ AB കുര്യാക്കോസും അവസാന നിമിഷം സ്ഥാനാർത്ഥികളായത് സാമുദായിക പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ടിയാണ്. പത്തനംതിട്ടയിൽ അടൂർ പ്രകാശിനെ ഒഴിവാക്കിയെങ്കിലും സതീഷ് കൊച്ചുപറമ്പിലിനെ രംഗത്തിറക്കി ഈഴവ പ്രാതിനിധ്യം കോൺഗ്രസ് ഉറപ്പിച്ചു. ഈ സാഹചര്യത്തിൽ അടൂരിന് പോസ്റ്ററുകൾ അച്ചടിച്ചിറക്കാനുള്ള ബുദ്ധി തോന്നാത്തത് ഭാഗ്യം. എൽദോസ് കുന്നംപിള്ളിയുടെ കാര്യത്തിൽ വിനയായത് നിലവിലുള്ള കേസുകളാണ്. ആറന്മുളയിൽ സഭാ അധ്യക്ഷന്മാരെ നേരിട്ട് മത്സര രംഗത്തേക്ക് കൊണ്ടുവരുന്നതിലെ എതിർപ്പുകൾക്കൊടുവിൽ അബിൻ വർക്കിക്ക് നറുക്കു വീണു. ഇതോടെ എൽദോസ് നിലവിലുള്ള കേസിനെ പഴിക്കുന്നുണ്ടാവും. കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസിനും ആലപ്പുഴയിൽ AD തോമസിനും അവസരം ലഭിച്ചത് അവരുടെ പ്രവർത്തന മികവിനുള്ള അംഗീകാരമായാണ് വിലയിരുത്തപ്പെടുന്നത്. KPCC അധ്യക്ഷൻ ഉൾപ്പെടെ 7 DCC അധ്യക്ഷന്മാരാണ് ഇത്തവണ മത്സര രംഗത്തുള്ളത്. സ്ഥാനാർത്ഥികളായതോടെ DCC അധ്യക്ഷ സ്ഥാനങ്ങളിൽ ഉടൻ തന്നെ പകരക്കാർ എത്തും. സീറ്റ് നഷ്ടപ്പെട്ട എൽദോസ് കുന്നംപിള്ളിയെ എറണാകുളം DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ടെന്നും ശ്രദ്ധേയമാണ്. എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസിൽ പ്രമുഖർ പലരും വീണു കഴിഞ്ഞു. ചില അപ്രമുഖർ പട്ടികയിൽ ഇടം പിടിക്കുകയും ചെയ്തു. സീറ്റ് വിഭജനത്തിലെ ഈ മാറ്റങ്ങൾ വോട്ടെടുപ്പിൽ കോൺഗ്രസിന് എത്രത്തോളം ഗുണം ചെയ്യുമെന്നതാണ് ഇനി അറിയാനുള്ളത്.